ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി നമ്മുടെ ഫിനാൻഷ്യറുടെ അടുത്ത് ചെന്നു. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി ഇരുത്തി പൊറപ്പിക്കുന്നില്ല. അപ്പോൾ തന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ ആൾക്കാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പിന്നെ മക്കളാരും ഇപ്പോൾ സ്ഥലത്തില്ല, അതുകൊണ്ടാണ് അവരൊക്കെ പുറത്താണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ല, നിങ്ങളുടെ മകൻ്റെ വിവാഹവും മറ്റോ ആണോ എന്ന് പറഞ്ഞില്ല, അവരില്ലേ നാട്ടിലെന്ന് ചോദിച്ചപ്പം അവൻ്റെ വൈഫിനെയും കൂട്ടി ഹണിമൂണിന് പോയിരിക്കുക, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അത് ശരിയാണെന്ന് ഭാമയും സമ്മതിച്ചു. ഇതെന്താ ക്ഷേത്രത്തിൽ കണ്ടപ്പോൾ പറയാതിരുന്നത്? അപ്പോൾ സാറ് ബിസി ആയിരുന്നല്ലോ, അതാ ഞാൻ പറയാതിരുന്നതെന്ന് ഭാമയും ചന്ദ്രമതിയും കൂടെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പേടിക്കണ്ട സാറേ, ആധാരം പണയപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇവളുടെ ഭർത്താവോ മക്കളോ ഒരു പ്രശ്നത്തിനും സാറിൻ്റെ അടുത്ത് വരില്ല എന്ന് ഭാമ ഉറപ്പ് കൊടുക്കുന്നു. അത് പിന്നെ മാസാമാസം പലിശ കൃത്യമായി ഇവൾ അടച്ചോളും, അധികം വൈകാതെ തന്നെ മുതലും അടച്ചോളും അല്ലേ ചന്ദ്രേ എന്ന് ഭാമ ചോദിച്ചപ്പോൾ അതെ അതെ അടച്ചോളാവെന്ന് ചന്ദ്രമതി. ശരി, ഈ മാസത്തെ പലിശ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ചന്ദ്രമതിയുടെ കയ്യിൽ വല്ലതും ഉണ്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കപ്പോൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ എടുത്തു കൊടുത്തു. അപ്പോൾ ഇത് 35,000 രൂപയുണ്ടെന്ന് പറഞ്ഞപ്പോൾ 35,000 രൂപയോ? പലിശ തന്നെ ഏകദേശം 1,00,000 അടുത്ത് വരും, ഇതിപ്പോൾ പകുതി പോലും അല്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രമതി ഞെട്ടി. ആദ്യത്തെ മാസം തന്നെ ഇങ്ങനെയായ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ മകൻ്റെ കല്യാണം, അതിൻ്റെ തിരക്കും കാര്യങ്ങളും കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ചിലവായി പോയി. എനിക്ക് എന്തായാലും എൻ്റെ കാശ് മുഴുവൻ കിട്ടണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കും ഭാമേ എന്നും പറഞ്ഞുകൊണ്ട് ഫിനാൻഷ്യർ ഭാമയെ ഭീഷണിപ്പെടുത്തുന്നു. അയ്യോ, പലിശ ഞാൻ തന്നോളാം സാറേ, ഈ വളകൾ വിറ്റിട്ട് പലിശ ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവന്ന് അടച്ചോളാം എന്നിങ്ങനെ പറയുമ്പോൾ അയാൾ ആ വളയിലേക്ക് നോക്കി. എന്തിനു പുറത്ത് വെക്കണം, ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ 2 വളയും മേടിച്ച് അയാൾ കയ്യിൽ പിടിച്ചിട്ട് ഇത് ഒറിജിനൽ ആണല്ലോ അല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇടപാട് കൃത്യമായിട്ട് നടക്കുമ്പോൾ തിരിച്ചു തരാമെന്നും പറഞ്ഞു. അതിന് തന്നേക്കാൻ പറഞ്ഞാൽ 35,000 രൂപയും മേടിച്ചു. കയ്യിലുണ്ടായിരുന്നതും പോയി, കൈ കിടന്ന വളയും പോയി, എല്ലാം പോയി. പാപ്പരാസിയായി നമ്മുടെ ചന്ദ്ര. ഇപ്പം ചെല്ല്, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന്. എന്തൊക്കെയായിരുന്നു നിന്റെ അഹങ്കാരം? ഇപ്പം അതെ രണ്ടാമത്തെ മരുമകൾ വന്ന് കയറിയതേ ഉള്ളൂ, കൈ കിടന്ന വളയും പോയി. എന്താ നീ ഒന്നും മിണ്ടാത്തേ? രേവതിക്കില്ലാത്ത കുറ്റമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അത് ചന്ദ്രക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തെ മരുമകളെ പറഞ്ഞത് ഇനിയെങ്കിലും രേവതിയെ കുറ്റപ്പെടുത്തുന്നത് നിർത്തിക്കോളാൻ പറഞ്ഞു. പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക ശാത്തി, ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പം ഇങ്ങനെ ഒരു മനുഷ്യനല്ല ഭാമേ, എൻ്റെ വള പിടിച്ചു വാങ്ങിയത് നീ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുക അവിടെ കിടന്ന് ഉള്ളതെല്ലാം വരുത്തി വെച്ചിട്ട്. എൻ്റെ വീട് സ്ഥലമൊക്കെ അവൾ വിഴുങ്ങുമോ ഭാമേ? എനിക്ക് പേടിയാകും എൻ്റെ ഭാമേ. അയാൾക്ക് കൃത്യമായി പലിശ കൊടുക്കുകയും അല്ലെങ്കിൽ അയാളുടെ മുതൽ കൊടുക്കുകയും ചെയ്ത് യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല. നീ ശ്രുതിയോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ആധാരം തിരിച്ചെടുക്കാനുള്ള വഴി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതിയെക്കുറിച്ചുള്ള ആ സത്യം നമ്മുടെ ഭാമ തന്നെ പറഞ്ഞു. അപ്പോൾ ഭാമേ, ഇതുപോലുള്ള മുക്കുവണ്ടത്തിന് 2 വള വാങ്ങണം. കയ്യിൽ വള കണ്ടില്ലെങ്കിലേ രവിയേട്ടനത് ചോദിക്കും. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെപ്രാളം കൂട്ടുക. ആ സമയത്ത് നമ്മുടെ സച്ചിയും കൂട്ടുകാരനും കൂടെ ചേർന്ന് അവിടെ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ നമ്മുടെ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുമാതിരി മുരടനായിട്ടൊരു പോലീസുകാരനുണ്ടല്ലോ, അയാളിങ്ങനെ സച്ചി അടിമുടി നോക്കും. അപ്പോൾ ശ്രീയുണ്ട്, കൂട്ടുകാരനുണ്ട്, സച്ചിയുണ്ട്, ഇവർ 3 പേരും കൂടിയാണ് ചെല്ലുന്നത്. അപ്പോൾ സാറേ, എനിക്കൊരു പരാതി തരാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് പരാതിയാണെന്ന് ചോദിച്ചപ്പം ഞാൻ എൻ്റെ കാറിൽ അന്ന് ആ ഒരു കഞ്ചാവ് കൊണ്ട് വെച്ച കേസ്, അതിൽ ഞാൻ നിരപരാധിയാണെന്ന് അന്നേ സാറിനോട് പറഞ്ഞിരുന്നതല്ലേ, ഞങ്ങളുടെ അറിവോടെയല്ല കഞ്ചാവ് കൊണ്ട് വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി പറഞ്ഞു. അപ്പോഴേക്കും ആ കേസൊക്കെ കഴിഞ്ഞു പോയതല്ലേ, ഏത് നേരം പരാതി എന്ന് പറഞ്ഞു ഇങ്ങോട്ടെന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈ മുരടൻ പോലീസുകാരൻ പറഞ്ഞപ്പോൾ പരാതി കൊടുക്കാൻ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ വന്നത്, അപ്പോൾ എൻ്റെ കാറ് നശിപ്പിച്ചു സാറേ എന്ന് പറഞ്ഞു. നിന്റെ കാർ ഇനി ഞങ്ങളാണ് നശിപ്പിച്ചതെന്ന് ചോദിച്ചപ്പം അന്ന് ആ കാർ ഞങ്ങളുടെ തള്ളിയാണ് കൊണ്ടുപോയത്, ഇവിടെയുള്ളവർ തന്നെയാണ് കാർ നശിപ്പിച്ചത്, അതിന് പകരം ചോദിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറഞ്ഞപ്പം നിർത്തടാ, എന്താ നിന്റെ പ്രശ്നം എന്നാ SI സാറ് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ സാറേ, പരാതി തരാനാണ് വന്നത്. എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചതിന് പിന്നിൽ ബ്ലേഡുകാരൻ ഗജാനന്ദനാണ് സാറേ എന്ന് പറഞ്ഞ് സച്ചു പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുരടൻ ഇങ്ങനെ നോക്കുക. ഗജാനന്ദൻ അവൻ്റെ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചതാണ്. 2 എണ്ണം കൊടുത്തപ്പോഴേ അവരിൽ ഒരുവൻ സത്യം പറഞ്ഞെന്നുള്ള കാര്യം നമ്മുടെ സച്ചി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇങ്ങനെ നിൽക്കുക ഈ പോലീസുകാരനെ. ആ സമയം അന്ന് ട്രിപ്പ് ബുക്ക് ചെയ്തതും കാറിൽ പലഹാരങ്ങളാണെന്നും പറഞ്ഞ് കഞ്ചാവ് വെച്ചതും അവനാണ് സാറേ എന്നുള്ള കാര്യം അന്ന് വണ്ടി ഓടിച്ച സച്ചിയുടെ കൂട്ടുകാരനും പറഞ്ഞു. ഗജാനന്ദൻ നേരെ പരാതി തരാനാണ് ഞാൻ വന്നത്, അവൻ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്താടാ നീ ഓർഡർ ഇടുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാ മുരടൻ. അപ്പോൾ നീ പറഞ്ഞ ഉടനെ ഞങ്ങൾ പോയി അറസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പം നിങ്ങൾ അറസ്റ്റ് ചെയ്യില്ലെന്ന് എനിക്ക് അറിയാം സാറേ, എൻ്റെ കാർ വർക്ക്ഷോപ്പിൽ കിടക്കാൻ കാരണം നിങ്ങളാ, അന്ന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതിൻ്റെ പ്രതികാരം ചെയ്തതല്ലേ എന്ന് ചോദിച്ചു. പക ഇപ്പോഴും മനസ്സിൽ കാണുമല്ലോ സാറേ, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കില്ല, അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത് സാറിനോടാണെന്ന് പറഞ്ഞ് ആ മുരടൻ്റെ നേരെ നിന്ന് നമ്മുടെ സച്ചി സംസാരിച്ചു. അപ്പോൾ സാറേ, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ ചുമ്മാതിരിക്കും സാറേ എന്ന് പറഞ്ഞാൽ മുരടൻ പേടിപ്പിച്ചുകൊണ്ട് വന്നു. അപ്പോൾ സച്ചി അത്രയും കൂടെ അങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സാറേ, എന്നെ ചതിച്ചത് അവൻ അറസ്റ്റ് ചെയ്യണം സാറേ,
തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ഗജാനന്ദനാണ് ഇതിൻ്റെ പിന്നിലെന്ന് എന്താണ് ഇത്ര തെളിവിരിക്കുന്നത്? എന്താ വല്ല സാക്ഷിയുണ്ടോ എന്ന് ചോദിച്ചു. ദേഷ്യം വന്നു സച്ചിക്ക്. സാർ, കഞ്ചാവ് വെച്ചവൻ തന്നെ അവൻ്റെ പേര് പറഞ്ഞത്. അപ്പം നീ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവനിപ്പോൾ എവിടെയാണെന്ന് അറിയില്ലേ സാറേ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി. അപ്പോഴേക്കും ഇങ്ങനെ ചിരിക്കുക ഈ പോലീസുകാരൻ. അവനെ കൂട്ടിക്കൊണ്ട് വന്നാലും വലിയ കാര്യമൊന്നുമില്ല സാർ, അവർ സാറിന് മുന്നിൽ സത്യം പറയണമെന്നില്ല, അവൻ ഗജാനന്ദൻ്റെ ആളാണെന്ന് ശ്രുതിയും പറഞ്ഞു. ശ്രുതിയും സച്ചിയും കൂടെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ശ്രുതിയല്ല, സോറി, നമ്മുടെ ശ്രീയും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എൻ്റെ കയ്യിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ടു പോയതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു. അപ്പോൾ നീ തെളിവുമായിട്ട് വാടാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മൊരടൻ പോലീസുകാരൻ പറയാം, ഗജാനന്ദൻ തന റൗഡിയ, കൊള്ളപ്പലിശയ്ക്ക് കാശ് കൊടുക്കുന്നവൻ, പാവങ്ങളുടെ വയറ്റ് തടിക്കുന്നവൻ, പാവങ്ങളുടെ കഞ്ഞിയിൽ കൈയിടുന്നവനെ മുമ്പും ഞാൻ തല്ലിയിട്ടുണ്ട്, ഇനിയും തല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഈ മൊരടൻ്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുന്നു നമ്മുടെ സച്ചി. അവനതൊന്നും സഹിക്കുന്നില്ല. സാറേ, അവൻ എന്നോട് മുൻവൈരാഗ്യമുണ്ട്, എന്നെ കൊടുക്കാനാ അവൻ കാറിൽ കഞ്ചാവ് വെച്ചത്, അവൻ അറസ്റ്റ് ചെയ്യണം സാറേ എന്ന് സച്ചു ഇങ്ങനെ പറയുന്ന സമയം, നീ എന്താടാ, നീ ഞങ്ങളുടെ മേലധികാരിയോ, അറസ്റ്റ് ചെയ്യുന്ന എന്താ ഓർഡർ ഇടുകയാണോ? അന്ന് ACPയുടെ ഭാര്യ പറഞ്ഞതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടത്. ഇപ്പോൾ വേണമെങ്കിലേ നിന്നെ പിടിച്ച് അകത്തിടാം, നീ അടിച്ചവൻ പരാതി തന്നാൽ മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് ഈ മൊരടൻ പോലീസുകാരൻ സച്ചിയോട് പറയുന്നു. അത് കേട്ടപ്പോൾ സച്ചിക്ക് ചൊറിഞ്ഞു വന്നു. അവരുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിയിട്ടേ നിന്നെ പിടിച്ച് അകത്തിടാമെന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ, സാറേ, അപ്പോഴുണ്ടായ ദേഷ്യത്തിന് അടിച്ചു പോയതാണെന്നും ഗജാനന്ദനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ അവൻ സത്യം പറയുമെന്നും ശ്രീ പറഞ്ഞു. ഏട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് മനസ്സിലാകും സാറേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ പറയുമ്പോൾ, നിങ്ങൾ പറയുമ്പോൾ അറസ്റ്റ് ചെയ്യലല്ല ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, അവന് നീതി കിട്ടിയതുപോലെ തന്നെ എനിക്ക് നീതി കിട്ടണം സാറിന്. ഓ പിന്നെ, നീതി ഞങ്ങളുടെ പോക്കറ്റിൽ കിടക്കല്ലേ, നീ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ. അപ്പം അന്ന് നിനക്കിട്ട് കിട്ടിയതെല്ലാം നീ മറന്നെന്ന് തോന്നുന്നു, അതാ നീ വീണ്ടും നാക്കിട്ട് അടിക്കുന്നത്. താടി കേടാതെ പോകാൻ നോക്കടാ എന്ന് പറയുമ്പോൾ, പോകാൻ പറയാൻ ഇത് സാറിന് അമ്മാവൻ്റെ വീടൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറഞ്ഞപ്പോൾ മറ്റവൻ കയറി കോളറിന് പിടിച്ചു. പിന്നെ ഉന്തും വഴിയും തള്ളുവായി. അപ്പോൾ നിർത്തടാന്ന് പറഞ്ഞുകൊണ്ട് ഈ സാറ് ചാടി എഴുന്നേറ്റു. അപ്പോൾ, സാറേ, ഇത് പോലീസ് സ്റ്റേഷനാണ്, ജനങ്ങളെ സേവിക്കാനാ നിങ്ങളിവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതെന്ന് നമ്മുടെ സച്ചി. പരാതി തരാൻ വന്നവരെ ആട്ടിപ്പായിക്കുന്നു. ഇവിടുത്തെ ന്യായം സാറേ ഇത്, എനിക്ക് പരാതി ഉണ്ട് സാറേ, അത് പരിഹരിച്ചേ പറ്റൂ, ഗജാനന്ദനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയുമ്പോൾ, നീ തെളിവും കൊണ്ട് വാ, അപ്പോൾ തെളിവ് കണ്ടെത്തേണ്ടതേ നിങ്ങളുടെ ജോലിയാണ്, എൻ്റെ ജോലിയല്ലെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. അപ്പോഴേക്ക് പോലീസുകാർ ഇങ്ങോട്ട് നോക്കുമ്പോൾ, കൂടുതൽ ന്യായം പറയാതെ പോകുന്നത് നിനക്ക് നല്ലത്, ഇനി ഇവിടെ നിന്ന് അന്നിനെ പിടിച്ച് അകത്തിട്ട് ഞാനെന്ന് മൊരടൻ പറഞ്ഞപ്പോൾ, എന്നാൽ അതൊന്ന് കാണണല്ലോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നിൽക്കുമ്പോൾ, സച്ചിയുടെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് ശ്രീ കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ പരാതി പുറത്തെഴുതി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞതായിട്ട് നമ്മുടെ ശ്രീ ഇങ്ങനെ പറയുമ്പോൾ, അതേ, നമ്മളിവിടെ പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അവന്മാരത് ചുരുട്ടി വേസ്റ്റ് ബോക്സിൽ ഇടത്തേ ഉള്ളൂ. അന്ന് ഞാൻ തല്ലിയതിൻ്റെ പക ആ SIയുടെ മനസ്സിലുണ്ട്, അതിനാണ് അവനിങ്ങനെ ചൊറിയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പുതിയ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവരെന്നെ അറസ്റ്റ് ചെയ്യും, നമുക്ക് നോക്കാം. അപ്പോൾ തെളിവിന് നമ്മൾ എവിടെ പോകുമെന്ന് കൂട്ടുകാരൻ ചോദിച്ചു. കാറിൽ കഞ്ചാവ് വെച്ചതിന് പിന്നിൽ ഗജാനന്ദനാണെന്ന് എനിക്ക് മുന്നേ അറിയായിരുന്നു ഏട്ടാ എന്ന് ശ്രീ പറഞ്ഞു. അപ്പോൾ എന്താ നീ പറഞ്ഞേ? എടാ, മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ഏട്ടൻ ദേഷ്യത്തിൽ അവനെ, എടാ നീ എന്തുകൊണ്ട് അന്ന് അതെന്നോട് പറഞ്ഞില്ല, ചതിച്ചത് ആരാണെന്ന് അറിയാം, എത്ര നാൾ ഞാൻ അലഞ്ഞെന്നറിയാവോ എന്ന് ശ്രീ ചോദിച്ചു. കാറിൽ കഞ്ചാവ് വെച്ചതിന് പിന്നിൽ നീയാണെന്ന് ശ്രീക്ക് എങ്ങനെ അറിയാം, ഗജാനന്ദനാണെന്ന് ശ്രീക്ക് എങ്ങനെ അറിയാമെന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പം, അന്ന് കാറിൽ ബോക്സ് കയറ്റുന്നവരുടെ ദൃശ്യം അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ അവിടുത്തെ CCTVയിൽ പതിഞ്ഞായിരുന്നു. ആരാണ് ചതിച്ചത് എന്ന് കണ്ടെത്താനായിട്ട് ഇറങ്ങിയതായിരുന്നു. അവർ കാറിൽ ബോക്സ് വെച്ചത് എവിടെ നിന്നാണെന്ന് മഹേഷ് ഏട്ടൻ പറഞ്ഞിരുന്നല്ലോ. അവിടെ ചെന്നപ്പോഴാണ് അടുത്ത സൂപ്പർ മാർക്കറ്റിൽ CCTV ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. ഞങ്ങൾ അവിടെ പോയി നോക്കി, എല്ലാം കണ്ടും കേട്ടും പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം അറിഞ്ഞെന്നും പറഞ്ഞു. ഏട്ടനോടുള്ള വൈരാഗ്യത്തിന് ഗജാനന്ദൻ ചെയ്യിച്ചതാണെന്ന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ശ്രീ പറഞ്ഞപ്പം, നീ അത് അപ്പോഴേ പറയണ്ടേ ശ്രീകാന്തേ, നീ വാ, നമുക്ക് അവിടെ ചെന്ന് CCTVയുടെ ഫോട്ടേജ് വാങ്ങിച്ചിട്ട് അത് കൈമാറാം, ഗജാനന്ദനെ അറസ്റ്റ് ചെയ്യാനൊരു തെളിവായിട്ട് അത് മതി, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകണം. അപ്പോൾ അവരങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുന്നു. ശ്രുതിയോടാണെങ്കിൽ ഭയങ്കര അഭിനിവേശമായിട്ടൊക്കെ പറഞ്ഞു ചെല്ലുവാണ് ശ്രുതി. അപ്പം എന്താ ശ്രുതി ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ശ്രുതി. ഞാൻ പേടിച്ചു പോയിട്ടോ ഒന്നും പറഞ്ഞിങ്ങനെ ശ്രുതി നിൽക്കുന്നു. ഇങ്ങനെ പേടിച്ചാലേ ഇനി നിനക്ക് പേടിക്കാനേ സമയം കാണുമെന്നും ഞാൻ ഏത് നേരവും നിൻ്റെ അടുത്ത് വരുമെന്നും ശ്രുതിയോട് പറയാം. അപ്പോൾ ശ്രുതി ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചകഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. ഒരു കാര്യം സെർച്ച് ചെയ്യുക, ശ്രുതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പം, ആഹാ, എനിക്ക് ഗിഫ്റ്റ് തരാൻ വല്ലതും ആണോ എന്ന് ചോദിച്ചു. എന്താ നീ എനിക്ക് തരുന്നേ, വാച്ച് അതോ പുതിയ മോഡൽ മൊബൈൽ ഫോണോ? ഇതൊക്കെ ചോദിച്ചപ്പം അതൊക്കെ പിന്നീട് വാങ്ങിത്തരാം, ഇപ്പം ഞാൻ ശ്രുതിക്ക് തരുന്ന ഗിഫ്റ്റ് ഒരു ജോലിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മുഖം എന്നും പറഞ്ഞുകൊണ്ടായി.
അപ്പോൾ അതിന് ഞാൻ ജോലിക്ക് പോകില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, കുറച്ച് കഴിയട്ടെ എന്നല്ലേ പറഞ്ഞോളൂ എന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ, ശ്രുതി ആൻറ്റി നമ്മളെ കണ്ട കാശ് കടം വാങ്ങിയിരിക്കുന്നത്, അതിൻ്റെ പലിശയെങ്കിലും നമുക്ക് അടയ്ക്കണ്ടേന്ന് ചോദിച്ചു. ഇപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ കിടന്ന വള പോലും നഷ്ടമായില്ലേന്ന് ചോദിച്ചു. എത്ര നാളാണ് ശ്രുതി നമ്മളിങ്ങനെ കഴിയുന്നതെന്ന് ചോദിച്ചപ്പം ശ്രുതി അത് പിന്നെ ഞാൻ ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എൻ്റെ ലെവലിന് പറ്റിയൊരു ജോലി കിട്ടാത്തത് കൊണ്ടല്ലേന്ന് ചോദിച്ചപ്പം, നോക്കൂ ശ്രുതി ഒരു കാർ ഷോറൂമിൽ സെയിൽസ് മാനേജറുടെ ഒഴിവുണ്ട്. കാർ ഷോറൂമിലോ? അതും സെയിൽസ് മാനേജറോ? എൻ്റെ ബിരുദമൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ, ഞാൻ എത്ര ബിരുദം നേടിയതാ. കാർ ഷോറൂമിലെ ജോലി അതൊന്നും എനിക്ക് സെറ്റ് ആവില്ല ശ്രുതി. നല്ല ജോബാ ശ്രുതി, നല്ല സാലറി ഉണ്ട്, പിന്നെ ശ്രുതി കാറ് സെയിൽ ചെയ്യുന്നതിനനുസരിച്ച് ശ്രുതിക്ക് ഇൻസെൻറ്റീവും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രുതി നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, അതെ തൽക്കാലം ഇപ്പോൾ ഈ ജോലിക്ക് പോകും, നല്ലൊരു ജോലി കിട്ടുമ്പോൾ മാറി നോക്കാമെന്ന് പറഞ്ഞു. ശ്രുതി നിർബന്ധിച്ച് ഞാൻ പറയുന്നു ഒന്ന് കേൾക്കാനൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാൻ പോകാം എന്ന് പറഞ്ഞ് ശ്രുതി സമ്മതിച്ചു. ശ്രുതിക്ക് മനസ്സിലായി ഇവൻ ലോക ഉടായ്പാണെന്ന്. എന്തായാലും അങ്ങ് പോയി ശ്രുതി. ആ സമയത്ത് നമ്മുടെ ശ്രുതി ഇനി ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. അതെ തിരക്കാണോ എന്ന് ചോദിച്ചു. അതെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം, പാത്രം കഴുകണം, പച്ചക്കറി അരിയണം, 100 കൂട്ടം ജോലി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ ശ്രുതിക്കൊരു ടീ ഉണ്ടാക്കി കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പം എനിക്ക് ഈ ജോലിയെല്ലാം ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ല, ശ്രുതി തന്നെ ശ്രുതിക്ക് ടീ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാനോ എന്താ ചായ ഉണ്ടാക്കിക്കൂടെ, അടുക്കളയിൽ പാല് ചായപ്പൊടി പഞ്ചസാര എല്ലാം ഇരിപ്പുണ്ട്, ചെന്നുണ്ടാക്കാൻ പറഞ്ഞു. അല്ല അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതിയുടെ പാട് നോക്കി അങ്ങ് പോയി. ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും ചന്ദ്രമതി രംഗത്തേക്ക് വന്നു. എന്താ മോളെ എന്ന് ചോദിച്ചു. അത് പിന്നെ ശ്രുതിക്ക് ഒരു ടീ വേണമെന്ന് പറഞ്ഞു, എന്നോടുണ്ടാക്കി കൊടുക്കാനാ രേവതി പറയണേ. അവൾ തന്നെ ടീ ഉണ്ടാക്കി കൊടുക്കും, മോള് മുറിയിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടിട്ട് രേവതിയുടെ അടുത്തേക്ക് പൂതനയായ അമ്മ ചെല്ലുന്നു. നീ എന്ത് കണ്ടിട്ടാടി ഈ അഹങ്കാരം കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് രേവതി പച്ചക്കറിയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ എന്ത് ചെയ്തെന്നാ അമ്മ പറയുന്നേ എന്ന് രേവതി ചോദിച്ചു. ഒരു കപ്പ് ചായയല്ലേ ശ്രുതി നിന്നോട് ചോദിച്ചത്, അതുണ്ടാക്കി കൊടുക്കാൻ എന്താ നിനക്ക് പറ്റത്തില്ലെന്ന് ചോദിച്ചു. ചായ ഉണ്ടാക്കി കൊടുത്താൽ നിനക്ക് കുറച്ചിൽ വരുമോടി, അപ്പം എനിക്കിവിടെ വേറെയും ജോലി ഉണ്ടമ്മേ. ഓ പിന്നെ വീട് മുഴുവൻ നോക്കി നടക്കുന്ന ജോലി നിന്റെ തലയിലാണല്ലോ. ഭക്ഷണം ഉണ്ടാക്കണം, പാത്രം കഴുകണം, പച്ചക്കറി അരിയണം, ഇതൊക്കെ അമ്മ ചെയ്യുമോ എന്ന് രേവതി ചോദിച്ചു. ഒരു ചായ ഉണ്ടാക്കാൻ അതിന് എത്ര സമയം വേണോടി? അല്പസമയം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ചായ ഉണ്ടാക്കി കൊടുത്തൂടായിരുന്നു നിനക്ക്? എന്താ പറ്റില്ലേ? അവളോട് ചായ ഉണ്ടാക്കി കൊടുക്കാൻ ആജ്ഞാപിക്കാൻ നീ ആരാടി എന്ന് ചോദിച്ചപ്പം ഞാൻ ആജ്ഞാപിച്ചിട്ടൊന്നുമില്ല, സാധാരണ രീതി തന്നെ ഞാൻ പറഞ്ഞതമ്മേ. ശ്രുതിക്ക് എന്താ ചായ ഉണ്ടാക്കി കൊടുക്കാൻ അറിയില്ലേ? എന്താ അതൊക്കെ എന്തിനാ നീ ആലോചിക്കുന്നത്? ടീ വേണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കണം, അതാ നിന്റെ ജോലി ഇവിടെ. രേവതിക്ക് നേരം ചൊറിഞ്ഞു വരുന്നുണ്ട്. അമ്മയുടെ മൂത്ത മകന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് അമ്മയ്ക്കറിയില്ലേ, പിന്നെ എന്തിനാ അമ്മ എന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഓ അങ്ങനെ ഒരു ശപഥം എടുത്തിരിക്കുകയാണോ നീ? അവനാണ് ഇവിടുത്തെ മൂത്ത മോൻ, ഇവിടുത്തെ ഓമന പുത്രൻ. അവന് വേണ്ടുന്നത് നീ ചെയ്തു കൊടുത്തിരിക്കണം. അമ്മയുടെ ആ ഓമന പുത്രന് വേണ്ടി ഒന്നും ചെയ്യരുതെന്ന് എന്നോട് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഓ പിന്നെ നിന്റെ കെട്ടിയാൻ പറഞ്ഞാൽ നീ എല്ലാം അതേപടി തന്നെ അങ്ങ് അനുസരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അനുസരിക്കും. എന്താ നിന്റെ കെട്ടിയവനിപ്പോൾ നിന്നെ തലയിൽ വെച്ച് നടക്കുകയാണല്ലോ അല്ലേ, അതിൻ്റെ തലക്കനമൊന്നും വേണ്ട നിനക്ക്. നീ കൂടുതൽ അഹങ്കരിക്കാനൊന്നും നോക്കണ്ട, അവൻ എപ്പോൾ വേണമെങ്കിലും നിന്നെ എടുത്ത് താഴെ ഇടും. ആ ശരി എന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പം നീ എന്താടി എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞാൽ കളിയാക്കലാണോ? അതെനിക്കറിയത്തില്ലായിരുന്നു എന്ന് രേവതി പറഞ്ഞു. വായിലെ നാവിത്തിരി കൂടുന്നുണ്ട് നിനക്ക്. വേണ്ട മോളെ വേണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മേ നേരത്തെ എനിക്ക് ഈ നാവ് തന്നെ ഉള്ളൂ, അതിൻ്റെ നീളം ഒട്ടും കൂടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തർക്കുത്തരം പറയുന്നൂടി നീ? ശ്രുതിക്ക് മാത്രമല്ല ശ്രുതിക്കും നീ ടീ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇട്ട് കൊടുക്ക് വേഗം. ശ്രുതിക്ക് വേണമെങ്കിൽ ഞാൻ ടീ ഇട്ട് കൊടുക്കാം, അവളോട് വന്ന് ഈ പച്ചക്കറിയൊക്കെ അരിയാൻ പറയാമ്മേന്ന് പറഞ്ഞു. എന്താടി നീ പറഞ്ഞേ? ശ്രുതി വന്ന് പച്ചക്കറി അരിയാനോ? ആ അതെ. അതിനിപ്പോൾ എന്താ അത്ര കുഴപ്പം? ശ്രുതി ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ, അവൾക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അവളെന്താ നിന്നെപ്പോലെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ രേവതി ഇങ്ങനെ ഈ തള്ളയെ നോക്കുന്നു. തള്ളയെന്നേരം ഇങ്ങനെ നോക്കി നിൽക്കാം. കോടികളുടെ ആസ്തിയുള്ള കുടുംബത്തിൽ നിന്ന് അവൾ വന്നിരിക്കണത്. പണക്കാരി പെണ്ണ് അറിയോ നിനക്ക്? അല്ലാണ്ട് അവളിവിടെ ചായ ഇടേണ്ടവളല്ല. അവളുടെ വീട്ടിൽ 10ഓളം വേലക്കാരുണ്ട്, അതിലൊരാളോടെ ഇവിടെ വന്ന് ഈ ചായ ഇട്ട് കൊടുക്കാൻ പറ. അതെങ്കിലും അമ്മ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയും സച്ചിയാണോടി നിന്നെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി രേവതിയുടെ തല തല്ലി പറിക്കുന്നു. രേവതി ഒരു അമ്പിനും വില്ലിനും എടുക്കുന്നില്ല, ഒരു ഇഞ്ച് പോലും വിട്ടു കൊടുക്കുന്നില്ല. നോക്ക് അധികം കാലം നീ ഇങ്ങനെ പറയില്ല, ഇതൊക്കെ നിൽക്കും, നീ നോക്കിക്കോ, നീ കണ്ടോ. നീയും ടീ ഉണ്ടാക്കി കൊടുക്കണ്ട, ഇവിടെ എല്ലാത്തിനും നീ വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിലേ നീ അത് അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. എൻ്റെ മോനും മരുമോൾക്കും ചായ ഉണ്ടാക്കി കൊടുക്കാനേ എനിക്കറിയാം.
അതും പറഞ്ഞ് ചന്ദ്രമതി അടുക്കളയിലേക്ക് പോകുന്നു. രേവതി അത് നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണില്ലേ? എല്ലാവർക്കും നന്ദി.